സഖാവ് കെ രാജൻ 1973 മെയ് 26 തൃശൂരിലെ അന്തിക്കാട് പി കൃഷ്ണൻകുട്ടി മേനോന്റെയും കെ രമണിയുടെയും മകനായി ജനിച്ച സഖാവ് കെ രാജൻ ബാലവേദിയുടെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും വഴിയിലൂടെ പൊതുജീവിതത്തിലേക്ക് കടന്നുവന്നു. അന്തിക്കാട് ഗവൺമെന്റ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി. പിൽക്കാലത്ത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ AISF, AIYF എന്നീ സംഘടനകളുടെ സംസ്ഥാന ദേശീയ സെക്രട്ടറിയായി പ്രവർത്തിച്ച് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് സജീവമായി മുൻനിര നേതാക്കളിൽ ഒരാളായി മാറുകയായിരുന്നു സഖാവ് കെ രാജൻ. ആ കാലഘട്ടത്തിൽ അറിവും തൊഴിലും ജന്മാവകാശമെന്ന മുദ്രാവാക്യവുമായി വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി അനവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ സഖാവ് കെ രാജന് സാധിച്ചു. തുടർന്ന് ദീർഘകാലം CPI സംസ്ഥാന നേതൃത്വത്തിൽ സജീവ സാന്നിധ്യമായ കെ രാജൻ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഇടതുപക്ഷ വാഗ്മികളിൽ പ്രമുഖനായി മാറി. കേരളമാകെ വികസന മുരടിപ്പ് നേരിട്ട കാലഘട്ടത്തിൽ നിന്നും ഒല്ലൂരിലെ ജനങ്ങളും മാറ്റത്തിനായി കേരള സമൂഹത്തിന്റെ കൈകോർത്ത് ഒല്ലൂരിന്റെ ഭാവി സുരക്ഷിതമായ കൈകളിലെത്തിക്കുവാൻ 2016 ആദ്യമായി കെ രാജനെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തു. ഒല്ലൂർ ജനതയുടെ ആ തീരുമാനം തെറ്റായില്ല എന്ന് തെളിയിക്കും വിധമായിരുന്നു കെ രാജൻ എന്ന ജനപ്രതിനിധിയുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. 2021 കൂടുതൽ ഭൂരിപക്ഷത്തോടെ വീണ്ടും ജനവിധി നേടിയത് അതിനുദാഹരണമാണ്. 2019-2021 കാലഘട്ടത്തിൽ നിയമസഭയുടെ ചീഫ് വിപ്പായി സേവനമനുഷ്ഠിച്ച് തുടർന്ന് 2021 സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായ കെ രാജൻ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യത്തോടെ കേരളമൊട്ടാകെ ലക്ഷക്കണക്കിന് ഭൂരഹിതരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി. അതിൽ ഒല്ലൂരിലെ തന്നെ നിരവധി പട്ടയ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ കെ രാജൻ എന്ന വ്യക്തിക്ക് സാധിച്ചു. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പട്ടയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തിയത് സാധാരണ ജനങ്ങൾക്കിടയിൽ കെ രാജൻ എന്ന വ്യക്തിയെ ജനകീയനാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഭൂപതിവ് നിയമ ഭേദഗതി, ഡിജിറ്റൽ സർവേ, റവന്യൂ സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുക എന്നിങ്ങനെ ഒട്ടനവധി വിപ്ലവകരമായ പദ്ധതികൾ കെ രാജൻ എന്ന വ്യക്തിയുടെ ഇച്ഛാശക്തി കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ നടപ്പാക്കുവാൻ കേരളത്തിനായി. സംസ്ഥാന റവന്യൂ മന്ത്രിയായിരിക്കുമ്പോഴും തന്റെ ഭാരിച്ച ചുമതലകൾക്കിടയിലും തന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഒല്ലൂരിലെ ജനങ്ങളെ കൈവിടാതെ മുറുകെ പിടിക്കുകയായിരുന്നു സഖാവ്. തിരക്കുകൾക്കിടയിലും തന്റെ മണ്ഡലത്തിലെ നിറസാന്നിധ്യമാകാനും സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാരനായി ചേർന്ന് നിൽക്കുവാനും കെ രാജൻ എന്ന നേതാവിനായി. വിവിധ മേഖലകളിലെ കഴിഞ്ഞ 10 വർഷത്തെ ഒല്ലൂരിന്റെ വികസന മുന്നേറ്റവും ഒല്ലൂരിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള ജനപിന്തുണയും അതിന്റെ തെളിവുകളാകുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, പ്രളയം, കോവിഡ് തുടങ്ങിയ ദുരന്ത സാഹചര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കെ രാജൻ എന്ന നേതാവിന്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രവർത്തന മികവ് കേരളം കണ്ട നേർക്കാഴ്ചയാണ്. മികച്ച ക്രൈസിസ് മാനേജ്മെന്റ് മലയാളി ഓഫ് ദി ഇയർ 2025 അവാർഡ് അത്തരം പ്രവർത്തന മികവിലൂടെ സഖാവ് കെ രാജനെ തേടിയെത്തുകയുണ്ടായി. ഒരേ സമയം MLA എന്ന നിലയിലും റവന്യൂ മന്ത്രി എന്ന നിലയിലും കക്ഷി രാഷ്ട്രീയ വേർതിരിവുകൾ ഒന്നുമില്ലാതെ ഒല്ലൂർ നിവാസികളെയും കേരള ജനതയെയും മുഴുവൻ തന്റെ ഇടനെഞ്ചിലാണ് അവരുടെ സ്ഥാനമെന്ന് തെളിയിക്കാൻ കെ രാജന് സാധിച്ചു. അതെ, ഹൃദയം കൊണ്ടെഴുതുന്ന കാവ്യം പോലെ തന്റെ ചരിതമെഴുതുകയാണ് സഖാവ് കെ രാജൻ. 2026 ഏപ്രിൽ 9 ഒല്ലൂരിലെ ജനങ്ങൾ ആ ചരിതത്തിന്റെ ചരിത്രപ്രസിദ്ധി ആർജിക്കുന്ന നേട്ടം കൈവരിക്കാൻ തയ്യാറാവുക. ഒല്ലൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി സഖാവ് കെ രാജനെ അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി മറ്റാർക്കും ഭേദിക്കാൻ കഴിയാത്ത ഭൂരിപക്ഷം നേടിക്കൊടുത്ത് നമുക്ക് രചിക്കാം ഒല്ലൂരിന്റെ രാജചരിത്രം.